വിശുദ്ധ ഖുർആനിൽ സഹായതേട്ടത്തെക്കുറിച്ച് പറഞ്ഞ ഒന്ന് രണ്ട് ആയത്തുകളുണ്ട്. അതിലൊന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അനുയായികളിൽപ്പെട്ട ഒരാൾ മൂസാ നബിയോട് സഹായം ചോദിച്ചതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവിഹി. അവിടെ സഹായതേട്ടത്തെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായം തേടിയ ആ സഹായാർത്ഥനയെക്കുറിച്ചും ഇസ്തിഗാസ എന്ന് ഖുർആൻ പ്രയോഗിച്ചു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബലക്കും എന്ന് പറഞ്ഞ ആ ഇസ്തിഗാസയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള ഇസ്തിഗാസയാണ്. പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള ഇസ്തിഗാസയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മനുഷ്യസാധ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടാണ് ബദർ യുദ്ധത്തിലേക്ക് പോയിട്ടുള്ളത്. മാനുഷികമായ എല്ലാ മുന്നൊരുക്കങ്ങളും അവർ നടത്തി. ഇനി ബാക്കി മനുഷ്യ കഴിവിനതീതമായിക്കൊണ്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോടാണ് അവർ തേടുന്നത്. ആ ഇസ്തിഗാസയാണ് വിശുദ്ധ ഖുർആൻ അവിടെ പരാമർശിക്കുന്നത്. ഈ ഇസ്തിഗാസ എന്ന് പറയുന്ന ഈ സഹായതേട്ടം തീർച്ചയായും ശിർക്കിലേക്ക് പോകുമ്പോൾ അള്ളാഹു അല്ലാത്ത ശക്തികൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഇലാഹ് ആണ് എന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, അത് ശിർക്കായിത്തീരും. ഈ ലോകത്തിന് ഒന്നിലധികം ഇലാഹുകളുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഒന്നിലധികം ഇലാഹുകളുണ്ട് എന്നൊരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ കാഫിറാണ്. ഒന്നിലേറെ ഇലാഹുകളുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. എന്നാൽ ഇലാഹിന് മാത്രം അർഹതപ്പെട്ട കാര്യം അത് തവക്കുലാവാം. അതേപോലെ ഇലാഹിന് മാത്രം നൽകേണ്ട ഒരു കാര്യം ഇലാഹല്ലാത്ത വ്യക്തികൾക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ അവൻ മുശ്രിക്കായി മാറുകയും ചെയ്യും. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം, മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പ്രവാചകൻ പറയുന്നു. മുസ്ലിങ്ങളിൽ ആരും ഏലസ് ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് കെട്ടാറില്ല. ഏലസ് ഇലാഹാണ് എന്നാരും വിശ്വസിക്കുന്നില്ല. എന്നിട്ട് പോലും ഇലാഹാണ് എന്ന് വിശ്വസിക്കാതെ ഏലസ് കെട്ടിയാലും അത് ശിർക്കാകും എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന മിമ്മ അതഖവ്വഫു അലാ ഉമ്മത്തി അഇമ്മത്തൻ മുദില്ലീൻ. എൻ്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ആളുകളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെയാണ്. അത് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ പറഞ്ഞത്, വസതഅബുദു ഖബായിലു മിൻ ഉമ്മത്തി അൽ-ഔസാൻ. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അവർ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പിൽക്കാലത്ത് വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്ന സാഹചര്യമുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇബ്നു മാജയും അഹ്മദും ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി വിഗ്രഹം ഇലാഹാണ് എന്ന് വിശ്വസിക്കുന്നില്ല. മുസ്ലിം സമുദായത്തിൽ ഒരു വ്യക്തിയും വിഗ്രഹത്തെ ഇലാഹാണ് എന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇലാഹാണ് എന്ന് വിശ്വസിക്കാതെ തന്നെ അതിനെ ആരാധിക്കാം, അത് ശിർക്കാകും എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫിലെ 138-ാമത്തെ വചനം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂടെയുള്ള ആളുകളെയും അള്ളാഹു കടൽ കടത്തിയ സംഭവം. അവിടെ എത്തിയപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ. മൂസ, അവർക്കൊക്കെ കണ്ണുകൊണ്ട് കാണാവുന്ന ചില ഇലാഹുകളുള്ള പോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചുതാ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുയായികൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മറുപടി, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിവരമില്ലാത്ത ആളുകളായി പോയല്ലോ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി നൽകി. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, അജ്മഅ കുല്ലുൽ അംബിയാ അലൈഹിമുസ്സലാം, നബിമാരെല്ലാവരും ഇജ്മാ ആയിക്കൊണ്ട് ഏകോപിച്ച് പറഞ്ഞ ഒരു സംഭവമുണ്ട്, അലാ അന്ന ഇബാദത്ത ഗൈരില്ലാഹി തആല കുഫ്റുൻ. അള്ളാഹു അല്ലാത്ത ആളുകൾക്കുള്ള ഇബാദത്ത് കുഫ്റാണ് എന്ന കാര്യത്തിൽ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും നബിമാരും ഏകകണ്ഠമായ തീരുമാനമാണ് എടുത്തിട്ടുള്ളത്, ഏകകണ്ഠമായ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരെല്ലാവരും ഏകോപിച്ചിട്ടുള്ള കാര്യം,
അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് എടുക്കുന്നത് അത് കുഫ്റാണ്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു സവാഉൻ യഅ്തഖദ ഫീ ദാലിക്കൽ ഗൈരി കൗനഹു ഇലാഹൻ ലിൽ ആലം. ആ അള്ളാഹു അല്ലാത്ത ശക്തി ലോകത്തിൻ്റെ ഇലാഹാണ് എന്ന് വിശ്വസിച്ചാലും അവ്യഅ്തഖദു ഫീഹി അന്ന ഇബാദതഹു തുഖർരിബുഹും ഇലല്ലാഹി തആല, അതല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹുലേക്ക് അവരെ അടുപ്പിക്കും എന്ന് വിശ്വസിച്ചാലും ശരി, രണ്ടായിരുന്നാലും അത് കുഫറാണ് എന്ന വിഷയത്തിൽ പ്രവാചകന്മാർ ഏകോപിച്ചിരിക്കുന്നു എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇലാഹാണ് എന്ന് വിശ്വസിക്കാതെ തന്നെ അള്ളാഹു അല്ലാത്ത ശക്തികൾക്ക് നൽകുന്ന, അള്ളാഹുവിന് മാത്രം നൽകേണ്ട സംഗതികൾ എന്തൊക്കെയുണ്ടോ അത് നൽകിക്കഴിഞ്ഞാൽ അത് ശിർക്കായിത്തീരും എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഉദ്ധരണിയിലും ഇതേപോലെ ഖബറാരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഇമാം റാസിയുടെ ഉദ്ധരണിയിലും തഅലീമു ഖുബൂറുൽ അകാബിർ, അതും ശിർക്കിനോട് ജാഹിലിയ കാലഘട്ടത്തിലെ മക്കാ മുശ്രിക്കുകൾ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ഇമാം റാസി പറഞ്ഞപ്പോൾ അലാത്തിഖാദി അന്നഹും ഇദാ അള്ളമൂ ഖുബൂറഹും, അവരുടെ വിശ്വാസം ഈ ഖബറുകൾ ഇലാഹാണ് എന്ന വിശ്വാസമല്ല, ഈ ഖബറുകളെ അവർ തഅലീം ചെയ്താൽ, അവർ ബഹുമാനിച്ചാൽ, അവരാദരിച്ചാൽ അവർ ശുപാർശകരായി മാറും എന്ന വിശ്വാസത്തോടു കൂടി ആ ഖബറാളികളോട് അവർ പ്രാർത്ഥിക്കുകയോ അതേപോലെ തന്നെ ആരാധന നടത്തുകയോ അവർക്ക് ആദരവർപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കായി മാറും എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നാം കൃത്യമായിക്കൊണ്ട് പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്നത് കൃത്യമായിക്കൊണ്ട് തിരിച്ചറിയണം. കൃത്യമായി മതപ്രമാണങ്ങളിൽ നിന്ന് ദീനിനെ ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.